ഹായ് ഫ്രണ്ട്സ്, ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ശർക്കര വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 3 ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഏത്തക്കായാണ്. 700 ഗ്രാമോളം തൂക്കമുണ്ട്. ഏത്തക്കായ തൊലി കളഞ്ഞതിന് ശേഷം ഈ കാണുന്ന വിധത്തിൽ മുറിച്ചെടുക്കുക. അടുത്ത് വേണ്ടത് ശർക്കരയാണ്. അത് ഏകദേശം 200 ഗ്രാമോളമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 100 ഗ്രാം മതി. 7-8 ഏലക്കായും 2 സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണിത്. അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത് ആവശ്യത്തിന് ചേർക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ കായ അതിലേക്ക് ഇടാവുന്നതാണ്. നന്നായിട്ട് ക്രിസ്പി ആവുന്നതുവരെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. വെന്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ വാർന്നു പോകുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നേരത്തെ എടുത്തു വച്ചിരുന്ന ശർക്കര ലേശം വെള്ളം ഒഴിച്ച് പാനിയാക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതുപോലെ അരിച്ച് വേണം നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ശർക്കര പാനി നന്നായിട്ട് കുറുകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. ശർക്കര പാനി അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് കോരി വെച്ചിരുന്ന ആ കായ ഇതിലേക്ക് ഇടാവുന്നതാണ്. ശർക്കര എല്ലാ കായിലും നന്നായിട്ട് പിടിക്കുന്നത് വരെ അതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ തന്നെ ഇതിങ്ങനെ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചിരുന്ന ആ പൗഡർ ഇതിലേക്ക് ഇടണം. അതിനോടൊപ്പം തന്നെ ചുക്ക് പൊടിയും കൂടി ഇടാവുന്നതാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കണം. അടുപ്പിൽ ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകുന്നുണ്ട്. സെറ്റായി പോകാതിരിക്കാൻ തരിയായിട്ടുള്ള പഞ്ചസാര തന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ ഇടാവുന്നതാണ്. അതിനോടൊപ്പം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന വിധത്തിൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്.